ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റുമായിട്ട് എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴ എന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 2 ദിവസം പിറകോട്ട് വലിയ വെല്ലുവിളിയാണ് BJPയെ സംബന്ധിച്ചുണ്ടായത്. പാലക്കാട് വലിയ പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്ന സാഹചര്യമായിരുന്നു NDAക്ക്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അവിടെ ഒരു വോട്ട് വിഹിതം കൂടും എന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതികൾ, അതിന്റെ ഭാഗമായിട്ട് പാർട്ടി എടുത്ത നിലപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയതിൽ കോൺഗ്രസിനകത്ത് നിന്ന് അടക്കമുള്ള ആളുകൾക്കുള്ള വിയോജിപ്പുകൾ, ഇതൊക്കെ തന്നെ വോട്ടായിട്ട് NDAക്ക് വലിയ പ്രതീക്ഷയാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ആവുന്നതിൽ പരമാവധി പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രന്റെ ആത്മവിശ്വാസം അത്രയ്ക്ക് മാത്രം ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ തലയ്ക്ക് വെള്ളിടിയേറ്റ പോലെയാണ് 2 ദിവസം മാത്രം ശേഷിക്കവേ, തിരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കവേ ശോഭാ സുരേന്ദ്രന് വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ടിന് നോട്ട് എന്നുള്ള തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. സംഭവത്തിൽ വീഡിയോസ്, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. BJP പാലക്കാട് വോട്ട് പിടിക്കാൻ വേണ്ടി പണം ഇറക്കുന്നുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പുറത്തുവിട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ള അഭിപ്രായവും ഉയരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നതോടെ ന്യായീകരണങ്ങൾ നൽകിയിട്ടും വിശദീകരണങ്ങൾ നൽകിയിട്ടും ഒന്നും രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് BJPയുടെ അവസ്ഥ മാറിക്കഴിഞ്ഞു. ഇന്നും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കും ന്യായീകരണങ്ങൾക്കും ഒക്കെ ഇരയാകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ എത്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഈ ഒരു നടപടിയിൽ, ഈ ഒരു സംഭവത്തിൽ ചില നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വോട്ടിന് പണം കൊടുത്തു എന്നുള്ള ആരോപണങ്ങളുടെ തുടർച്ച എന്നുള്ളത് പറയുന്നത് BJPയിൽ നിന്ന് തന്നെയുള്ള ഒരു ആളുടെ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായി എന്ന് കരുതുന്ന ബിന്ദു വിനയകുമാറിനെ അടക്കം പുറത്താക്കിയിരിക്കുകയാണ് BJP. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനും ബിന്ദുവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം അടക്കം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഈ പറയുന്നത് പോലെ ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ബിന്ദുവാണ് എന്നും അതുകൊണ്ട് തന്നെ ബിന്ദുവിനെ ജയിൽ കയറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ആ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഈ ശബ്ദ സന്ദേശം എന്തിന് പുറത്തുവിട്ടു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ ആ സന്ദേശം പുറത്തുവിട്ടതിന്റെ ഭാഗമായിട്ട് ബിന്ദു വിനയകുമാറിനെതിരെ BJP നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ബിന്ദു വിനയകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് BJP. ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റായ ബിന്ദുവിനെതിരെ തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങളുടെ പേരിലാണ് പുറത്താക്കിയിരിക്കുന്നതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നടപടിയെടുത്തത് എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് അറിയിച്ചു. ശോഭയുടെ ഓഡിയോ പുറത്തുവിട്ടതിനൊപ്പം ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചതാണ് ബിന്ദു ഇപ്പോൾ ഇതിനൊക്കെ ഇരയായിരിക്കുന്നത് എന്നുള്ളതാണ് ചുരുക്കി പറയേണ്ടുന്നത്. എന്തായാലും ബിന്ദു പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്, സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നിശബ്ദ പ്രചാരണ ദിനമായിട്ടുള്ള 8-ന് കണ്ണാടി തരുവിക്കുറിശ്ശിയിൽ BJP വോട്ടർക്ക് 5000 രൂപ നൽകിയെന്നാണ് കോൺഗ്രസ് പരാതിയായി നൽകിയിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി വോട്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസെടുത്തത്. ശോഭയുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. വിവാദം BJPക്ക് തിരിച്ചടിയായി എന്നതിൽ യാതൊരു
യാതൊരു സംശയവുമില്ല. ഈ വിവാദത്തിൽ ബിന്ദുവിന് പങ്കുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആരോപിക്കുന്നത്. നിങ്ങൾ BJP പ്രവർത്തകയല്ലേ എന്ന് ചോദിച്ചാണ് ശോഭ ഇത്തരത്തിൽ ഇവരോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. പാലക്കാട്ടെ വോട്ടർക്ക് പണം നൽകിയ സ്ത്രീക്ക് പിന്നിൽ ബിന്ദു ആണെന്ന് ആരോപിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നു. അടിച്ച് പണിക്കുറ്റം തീർക്കുമെന്നാണ് ശോഭ ഭീഷണിയായിട്ട് ഇതേ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. വോട്ടർക്ക് പണം നൽകിയ സ്ത്രീ വന്നത് ആലപ്പുഴ രജിസ്ട്രേഷനിലുള്ള കാറിലാണ് എന്നും ബിന്ദുവിനെ കോടതി കയറ്റുമെന്നും സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകുമെന്നും ഇതേ ശബ്ദ സന്ദേശത്തിൽ ശോഭ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെ കോൾ റെക്കോർഡ് അടക്കമുള്ള തെളിവുകൾ നൽകിക്കൊണ്ടാണ് പോലീസിൽ ഇപ്പോൾ ബിന്ദു പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ശോഭ ബിന്ദുവിനെ വിളിച്ചതായിട്ട് ബിന്ദു പറയുന്നത്. ഫോണിലൂടെ സഭ്യമല്ലാത്ത ഭാഷയിൽ തന്നോട് സംസാരിച്ചു, തന്നെയും ഭർത്താവിനെയും അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ഓൺലൈനായിട്ട് ബിന്ദു പരാതി നൽകിയതെന്നാണ് വിവരം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നു. അന്ന് മുതൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവ വികാസങ്ങളായി മാറിയിരിക്കുന്നതെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും പുറത്തുവരികയാണ്. പാർട്ടിയെ 2 ജില്ലകളിലായി തിരിച്ചതിന് പിന്നാലെ രൂപപ്പെട്ട ചേരിതിരിവുകളാണ് പുതിയ വിവാദങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി മാറിയതെന്നുള്ള സൂചനകൾ. എന്നാലും ഇത്തരത്തിൽ പോകുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം പാലക്കാട്ടെ വോട്ടിന് നോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരും അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ട് ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. എതിർ മുന്നണികൾ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് ആലപ്പുഴയിലെ BJP നേതാവായ ബിന്ദു രംഗത്തെത്തിയത്. പാലക്കാട് പണം കൊടുത്തയച്ചത് ബിന്ദുവാണെന്ന ശോഭയുടെ ആരോപണം പച്ചക്കള്ളമാണെന്നാണ് ബിന്ദു മാധ്യമങ്ങളോട് ഈ വിവാദങ്ങൾക്കു ശേഷവും ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നതിന് ശേഷവും പ്രതികരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്നെ ഫോണിലൂടെ അസഭ്യം പറയുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് ബിന്ദു മാധ്യമങ്ങളോടും പറഞ്ഞു. ഇത് സംബന്ധിച്ച ഫോൺ റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. പാലക്കാട് പണവുമായി എത്തി എന്ന് പറയുന്ന സിന്ധു എന്ന പെൺകുട്ടി ഒരു സാധാരണ വീട്ടമ്മയല്ല. ഇവരാണ് പാലക്കാട് പ്രചാരണത്തിനെത്തിയ രമേശ് പിഷാരടിയെ തടഞ്ഞത്. ഇവർ ശബരിമല സമരകാലം മുതൽ ശോഭാ സുരേന്ദ്രന്റെ സന്തത സഹചാരിയും PA ആയിട്ട് കൂടെയുള്ള ആളുമായിരുന്നു എന്നാണ് ബിന്ദുവിന്റെ വെളിപ്പെടുത്തൽ. പാലക്കാട്ടെ പണമിടപാടുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും തിരഞ്ഞെടുപ്പ് കലാശക്കൊട്ട് സമയത്ത് താൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനൊപ്പമായിരുന്നു എന്നും ബിന്ദു വ്യക്തമാക്കുന്നു. പാർട്ടിയിൽ തനിക്കെതിരെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നതെന്നും ബിന്ദു ആരോപിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ശോഭ സ്വന്തം പക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി പാർട്ടിയുടെ നെടുന്തൂണായ വനിതാ പ്രവർത്തകരെയും യുവമോർച്ച നേതാക്കളെയും തഴയുകയാണ് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടെ ബിന്ദു ഉയർത്തുന്നു. ജില്ലാ പ്രസിഡന്റിനെ അറിയിക്കാതെ ശോഭാ സുരേന്ദ്രൻ ജില്ലയിൽ പണപ്പിരിവ് നടത്തുന്നതിനെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നതാണ്. ശോഭയുടെ ഈ നിലപാടുകൾക്കെതിരെ താൻ രാജീവ് ചന്ദ്രശേഖരനും കേന്ദ്ര നേതാവ് നിതിൻ ഗഡ്കരിക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നും ബിന്ദു വ്യക്തമാക്കി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുച്ഛമായ വരുമാനം കാണിച്ചിരുന്ന ശോഭയ്ക്ക് ഇപ്പോൾ 2 കോടിക്കടുത്ത ആസ്തി എങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് അവർ പറയുന്നത്. പാർട്ടിക്കുള്ളിലെ അച്ചടക്കം പാലിച്ച് ക്ഷമയോടെ ഇരിക്കാനായിരുന്നു തീരുമാനമെങ്കിലും തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനാൽ ഇപ്പോൾ പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നാണ് ബിന്ദു പറയുന്നത്. തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ശോഭയ്ക്കെതിരെ താൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്നും ബിന്ദു വ്യക്തമാക്കി. അതേസമയം പാലക്കാട് വലിയ രീതിയിൽ ആശങ്കയിലാണ് BJP. ഈ പറയുന്നത് വോട്ടർക്ക് പണം നൽകിയ ആരോപണത്തിൽ വലിയ വിമർശനങ്ങൾ ശോഭയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ MP അടക്കം ഈ വിഷയത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്ന് അയോഗ്യനാക്കണം എന്നുള്ളതായിരുന്നു ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. ദൃശ്യങ്ങൾ സഹിതം പണം കൊടുക്കുന്നത് കേരളം കണ്ടതാണെന്നും അത് കാണിക്കുന്ന വിഷ്വൽസിനെതിരെയാണ് അടിച്ച് മുഖം തിരിക്കുമെന്ന് സ്ഥാനാർത്ഥി പറയുന്നതെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിച്ചു. പാലക്കാട് ഇതിനെതിരെ പ്രതികരിക്കുമെന്ന ഉറപ്പാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഷാഫി
പറമ്പിൽ ചൂണ്ടിക്കാട്ടി. ജനാധിപത്യത്തിന്റെ ശത്രുപക്ഷത്താണ് BJP തങ്ങളെയും സ്ഥാനാർത്ഥിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനാർത്ഥിക്ക് അയോഗ്യത കൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതിന്റെ വശങ്ങൾ പരിശോധിച്ചതിനു ശേഷം ബാക്കി തീരുമാനങ്ങൾ എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥർ തന്നോട് വ്യക്തമാക്കിയതെന്നും ഷാഫി പറമ്പിൽ സൂചന നൽകിയതാണ്. പാവം അമ്മയുടെ പുറകെ പോയി അതിനെ പ്രയാസപ്പെടുത്തുന്നത് നിർത്തണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ കുറ്റക്കാരനാണ്, അവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടേണ്ടുന്നത്. മനുഷ്യരുടെ പ്രയാസങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് അത് തെറ്റ് തന്നെയാണ്, അവരാണ് കുറ്റക്കാർ എന്നും അമ്മ ക്യാഷ് വാങ്ങിയോ ഇല്ലയോ എന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അവരെ വെറുതെ വിടണമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പിൽ പരാജയം BJP മനസാലെ അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് നേരായ മാർഗത്തിലൂടെ വിജയിക്കില്ല എന്ന് വ്യക്തമായപ്പോൾ മറ്റു വഴികൾ തേടിയതെന്നാണ് MP മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സാധാരണ രീതിയിൽ ജനങ്ങൾ ബൂത്തിലെത്തി വോട്ട് ചെയ്താൽ BJP പാലക്കാട് ജയിക്കില്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നോർത്ത് ഇന്ത്യയിൽ ശീലിച്ച രീതി പാലക്കാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല. നീലപ്പെട്ടി എന്തായി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനെന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇത് തെറ്റായ ആരോപണമാണെന്ന് പറയാൻ സാധിക്കില്ല എന്നും MP വ്യക്തമാക്കി. അതേസമയം പാലക്കാട് BJP പ്രവർത്തക വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണം NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞതാണ്. തന്നെ വേട്ടയാടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കണ്ണാടി പഞ്ചായത്തിൽ എത്തിയത് ക്യാൻസർ രോഗിയെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാണ് ശോഭയുടെ പ്രതികരണം. ഈ സംഭവത്തിൽ കൃത്യമായി എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നതിനിടയിലാണ് ഈ ബിന്ദുവിനെ ശോഭാ സുരേന്ദ്രൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും. ഇപ്പോൾ ആകെ മൊത്തം പാർട്ടിക്കുള്ളിൽ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. ശോഭയെ കൈവിടാതെ പാർട്ടിയിൽ നിന്ന് ബിന്ദുവിനെ പുറത്താക്കുന്ന നടപടിയാണ് BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ ഏതു തരത്തിൽ വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാലക്കാട്ടെ വിജയപ്രതീക്ഷകൾ അത് BJPക്ക് ഇനിയൊരു സാഹചര്യം ഒരുക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സാധാരണഗതിയിൽ വലിയ വിജയപ്രതീക്ഷയായിരുന്നെങ്കിലും പെട്ടെന്ന് വന്ന ഈ നോട്ട് വിവാദം അതൊരു തിരിച്ചടിക്കുള്ള വകയൊരുക്കുന്നുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന്